Today our topic is ultrasonic inspection techniques. These are the different techniques used in ultrasonic inspection method. First one is straight beam method, then angle beam method, then TOFD method, phased array method and immersion technique. ഇത്രയും മെത്തേഡുകളാണ് അൾട്രാസോണിക് ഇൻസ്പെക്ഷൻ മെത്തേഡിൽ യൂസ് ചെയ്യുക. ഫസ്റ്റ് വൺ ആണ് സ്ട്രെയിറ്റ് ബീം മെത്തേഡ്. നമുക്കറിയാം, നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ട സ്പെസിമെൻ്റെ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു നോർമൽ ബീം കൊടുത്തുകൊണ്ട് ടെസ്റ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടതായിരുന്നു. നമ്മൾ പൾസ് എക്കോ മെത്തേഡ് പറയാൻ നേരത്തും ട്രാൻസ്മിഷൻ മെത്തേഡ് പറയാൻ നേരത്തും അക്കാര്യം പറഞ്ഞതായിരുന്നു. അപ്പോൾ അത്തരത്തിൽ നോർമൽ ബീം എന്ന രീതിയിൽ സൗണ്ട് വേവ്സ് കൊടുത്തുകൊണ്ട് ആ സ്പെസിമെൻ ടെസ്റ്റ് ചെയ്യുന്ന മെത്തേഡാണ് സ്ട്രെയിറ്റ് ബീം ടെക്നിക്ക്. ഈ കാണുന്ന രീതിയിൽ നമുക്കൊരു സ്പെസിമെൻ ഉണ്ട്, ട്രാൻസ്ഡ്യൂസർ ഉണ്ട്, ട്രാൻസ്ഡ്യൂസർ സൗണ്ട് വേവ് ഈ സ്പെസിമെൻ്റെ സർഫസ്, ഈ കാണുന്ന സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ബീം കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് ഒരു ഇനീഷ്യൽ പൾസും ഒരു ബാക്ക് വാൾ പൾസും കിട്ടും. ദെൻ ക്രായ്ക്ക് ഉണ്ടെങ്കിൽ ആ ക്രായ്ക്ക് നമുക്ക് ഈ രീതിയിൽ ഡിസ്പ്ലേയിൽ കിട്ടുന്നു. ഇതാണ് സ്ട്രെയിറ്റ് ബീം മെത്തേഡ്. നമുക്ക് വായിക്കാം. സ്ട്രെയിറ്റ് ബീം ഇൻസ്പെക്ഷൻ യൂട്ടിലൈസസ് ദ ബേസിക് പ്രിൻസിപ്പിൾ ദാറ്റ് sound energy traveling through a medium will continue to propagate until it either disposes or reflection of a boundary with another material. ഇത്രയേ ഉള്ളൂ. ഒരു മെറ്റീരിയലിൽ നിന്ന് അടുത്ത മെറ്റീരിയലിലേക്ക് പോകുന്നു സൗണ്ട് വേവ്സ്. അപ്പോൾ ആ പോകുന്ന സമയത്ത് അവിടെ റിഫ്ലക്ഷൻ ഉണ്ടാകുന്നു. ആ റിഫ്ലക്ഷൻ്റെ ബേസിലാണ് നമ്മൾ ഈ ഒരു സ്റ്റഡി നടത്തുക. കാരണം സർഫസിനകത്ത് അല്ലെങ്കിൽ മെറ്റീരിയലിലെ സ്പെസിമെൻ്റെ അകത്ത് ക്രായ്ക്കുണ്ട് എങ്കിൽ ആ ക്രായ്ക്കുള്ള പോർഷനിൽ നിന്ന് സൗണ്ട് വേവ്സ് റിഫ്ലക്റ്റ് ചെയ്യുന്നു, അത് റിസീവർ റിസീവ് ചെയ്യുന്നു. ദെൻ അതിൻ്റെ ബേസിൽ ആ എക്കോ ഏത് പൊസിഷനിലാണ്, എക്കോയുടെ നേച്ചർ എങ്ങനെയാണെന്നുള്ളത് സ്റ്റഡി ചെയ്യാൻ സാധിക്കുന്നു. ദെൻ സ്ട്രെയിറ്റ് ബീം ഇൻസ്പെക്ഷൻ ട്രാൻസ്ഡ്യൂസേഴ്സ് പ്രൊഡ്യൂസ് ലോങ്ങിറ്റ്യൂഡിനൽ വേവ്സ് ഓൺ എ സ്ട്രെയിറ്റ് പാത്ത് ഇൻ ടു ദ ടെസ്റ്റ് പീസ്. അപ്പോൾ നമ്മൾ ഈ ട്രാൻസ്ഡ്യൂസർ യൂസ് ചെയ്തുകൊണ്ട് ഒരു ലോങ്ങിറ്റ്യൂഡിനൽ വേവ്സ് സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് മെറ്റീരിയലിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ഇൻ ദിസ് ടൈപ്പ് ഓഫ് ഇൻസ്പെക്ഷൻ ട്രാൻസ്ഡ്യൂസർ ഈസ് പ്ലേസ്ഡ് ഓവർ ദ ടെസ്റ്റ് സ്പേസ് വിത്ത് കപ്ലൻറ്റ്. അപ്പോൾ ടെസ്റ്റ് സ്പേസിന് നമ്മൾ ട്രാൻസ്മിറ്റർ അല്ലെങ്കിൽ നമ്മുടെ ട്രാൻസ്ഡ്യൂസർ ടെസ്റ്റ് പീസ് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ വെക്കുന്നു. ബട്ട് അതിനിടയ്ക്ക് നമ്മളൊരു കപ്ലൻറ്റ് ഫില്ല് ചെയ്യും, കാരണം എയർ ഗ്യാപ്പ് റിമൂവ് ചെയ്യാൻ വേണ്ടി. Okay, then straight beam inspection uses normal beam to inspect a material. നമ്മൾ പറഞ്ഞു നോർമൽ ബീമാണ് ഇവിടെ യൂസ് ചെയ്യുക. Then in this technique, determination of the location of a discontinuity in a part or structure is done by accurately measuring the time required. അപ്പോൾ ബോട്ടം സർഫസിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്ന വരുന്ന എത്ര സമയം എടുക്കുന്നു, ക്രാക്കിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന എത്ര സമയം എടുക്കുന്നു എന്നതിൻ്റെ ബേസിൽ ക്രാക്കിൻ്റെ ലൊക്കേഷൻ മനസ്സിലാകുന്നു. ദെൻ ആ ആംപ്ലിറ്റ്യൂഡ് റിഫ്ലക്റ്റ് ചെയ്യുന്ന ആ സൗണ്ട് വേവിൻ്റെ ഇൻറ്റൻസിറ്റിയെ ബേസ് ചെയ്തുകൊണ്ട് എത്രയാണ് ക്രാക്കിൻ്റെ സൈസ് എന്നുള്ളതും ഡിറ്റക്റ്റ് ചെയ്യാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു മെത്തേഡ് നമുക്ക് മെറ്റീരിയൽ തിക്നെസ് മെഷർമെൻറ്റിന് വേണ്ടിയും യൂസ് ചെയ്യാവുന്നതാണ്. ദെൻ ആംഗിൾ ബീം അൾട്രാസോണിക് ഇൻസ്പെക്ഷൻ മെത്തേഡ്. ഇവിടെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ബീം കൊടുക്കുകയല്ല ചെയ്യുക, മറിച്ച് ഒരു പർട്ടിക്കുലർ ആംഗിളിൽ ഇൻക്ലൈൻഡ് ആയിട്ടായിരിക്കും നമ്മൾ ബീം കൊടുക്കുക. കാരണം ഈ കാണുന്ന രീതിയിൽ ഒരു വെർട്ടിക്കൽ ആയിട്ടൊരു ക്രായ്ക്ക് ആ സ്പെസിമെൻ അകത്തുണ്ടെങ്കിൽ അത് നോർമൽ ബീം ഉപയോഗിച്ചുകൊണ്ട് ഡിറ്റക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. കാരണം ആ നോർമൽ ബീം ഉപയോഗിക്കുമ്പോൾ ഈ ക്രായ്ക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്ന സൗണ്ട് വേവിൻ്റെ എമൗണ്ട് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് ക്രാക്കിൻ്റെ ഫുൾ നേച്ചർ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ബീമായിരിക്കും സപ്ലൈ ചെയ്യുക. ആംഗിൾ ബീം ഇൻസ്പെക്ഷൻ ടെക്നിക് അലൗസ് ഇൻസ്പെക്ഷൻ ഇൻ ഏരിയാസ് ഓഫ് എ പാർട്ട് ദാറ്റ് കനോട്ട് ബി ആക്സസ്ഡ് ബൈ ദ സ്ട്രെയിറ്റ് ബീം ടെക്നിക്. അപ്പോൾ സ്ട്രെയിറ്റ് ബീം ടെക്നിക്ക് ഫെയിൽ ആവുന്ന കേസിലാണ് ആംഗിൾ ബീം ടെക്നിക്ക് യൂസ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ ആംഗിൾ ബീം ഒരു പർട്ടിക്കുലർ ആംഗിളിൽ കൊടുക്കാൻ വേണ്ടി ഈ കാണുന്ന ഷേപ്പിൽ ഒരു വെഡ്ജ് ഷേപ്പിലുള്ള ഒരു അറേഞ്ച്മെൻറ്റ് ഉണ്ടാകും. ദെൻ അതിന് മുകളിലായിരിക്കും നമ്മൾ ട്രാൻസ്ഡ്യൂസർ, ഈ കാണുന്നതാണ് ട്രാൻസ്ഡ്യൂസർ എലമെൻറ്റ്. ആ ട്രാൻസ്ഡ്യൂസർ വെക്കും. അപ്പോൾ ട്രാൻസ്ഡ്യൂസർ
സൗണ്ട് വേവ് ഒരു പർട്ടിക്കുലർ ആംഗിളിൽ മെറ്റീരിയലിലേക്ക് സപ്ലൈ ചെയ്യുന്നു. ദെൻ ആ സൗണ്ട് വേവ് റിഫ്രാക്റ്റ് ചെയ്ത് മെറ്റീരിയലിലൂടെ കടന്നു പോകുമ്പോൾ അത് ലോങ്ങിറ്റ്യൂഡിനൽ വേവ്സും ഷിയർ വേവ്സും ആയി മാറുന്നു. അപ്പോൾ ഈ ഒരു വെഡ്ജ് ഷേപ്പ് അറേഞ്ച്മെൻറ്റ് എന്ന് പറയുമ്പോൾ സൗണ്ട് വേവ് ഒരു പർട്ടിക്കുലർ ആംഗിളിൽ ഇൻക്ലൈൻഡ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയാണ് ഈ ഒരു അറേഞ്ച്മെൻറ്റ്. നീഡ് ഫോർ ആംഗിൾ ബീം ഇൻസ്പെക്ഷൻ. ആംഗിൾ ബീം ഇൻസ്പെക്ഷൻ്റെ ആവശ്യകത എന്താണ്? നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ളൊരു ക്രാക്ക് മെറ്റീരിയലിനകത്ത് ഉണ്ട് എങ്കിൽ അത് നോർമൽ ബീം ഉപയോഗിച്ച് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത് ഡിഫിക്കൽട്ടാണ്. അതിനത് സാധിക്കില്ല. അപ്പോൾ ആ കേസിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ആംഗിൾ ബീം ഇൻസ്പെക്ഷൻ മെത്തേഡാണ്. Cracks or other discontinuities perpendicular to the surface of a test piece are usually invisible with straight beam technique. ഇപ്പോൾ സ്ട്രെയിറ്റ് ബീം ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് മെറ്റീരിയലിനകത്തുള്ള ക്രാക്ക്, ആ ക്രാക്കിൻ്റെ നേച്ചർ എന്ന് പറയുമ്പോൾ ആ ക്രാക്ക് ആ മെറ്റീരിയലിൻ്റെ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ക്രാക്കാണ്. അപ്പോൾ അത് നമുക്ക് ആംഗിൾ ബീം ഉപയോഗിച്ചുകൊണ്ടാണ് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുക. അതുപോലെ തന്നെ പെർപെൻഡിക്കുലർ ക്രാക്സ് ഡു നോട്ട് റിഫ്ലക്ട് എനി സിഗ്നിഫിക്കൻറ്റ് എമൗണ്ട് ഓഫ് സൗണ്ട് എനർജി ഫ്രം എ സ്ട്രെയിറ്റ് ബീം. അപ്പോൾ ആ ഒരു കേസിൽ, അതായത് നേരത്തെ പറഞ്ഞ ഈ ഒരു കേസിൽ, ഇങ്ങനെയുള്ള ക്രാക്കുള്ള കേസിൽ സ്ട്രെയിറ്റ് ബീം ഉപയോഗിച്ച് കഴിഞ്ഞാൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന ആ സൗണ്ട് വേവിൻ്റെ എമൗണ്ട് എന്ന് പറയുമ്പോൾ വളരെ കുറവാണ്. അതുകൊണ്ട് ക്രാക്ക് പൂർണ്ണമായും ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, അപ്പം നമ്മളിത് വെൽഡിങ്ങിൻ്റെ കേസിൽ ഒക്കെയാണ് നമ്മൾ ഈ ഒരു ആംഗിൾ ബീം ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുക. ദെൻ പ്രിൻസിപ്പിൾ ഓഫ് ആംഗിൾ ബീം. ഇവിടെ നമ്മൾ ഈ ഒരു വെഡ്ജ് ഷേപ്പിലുള്ള ഒരു അറേഞ്ച്മെൻറ്റ് ഉണ്ടാകും. ആ വെഡ്ജിൻ്റെ ഷേപ്പിന് മുകളിലായിട്ടായിരിക്കും നമ്മൾ ഈ കാണുന്ന രീതിയിൽ ട്രാൻസ്ഡ്യൂസർ കണക്ട് ചെയ്യുക. ട്രാൻസ്ഡ്യൂസർ ഒരു പർട്ടിക്കുലർ ആംഗിൾ, ഇപ്പോൾ ഈ കാണുന്ന പോലെ θ1 ആംഗിൾ സൗണ്ട് വേവ് കൊടുക്കുന്നു. ദെൻ ആ സൗണ്ട് വേവ് റിഫ്രാക്ട് ചെയ്ത മെറ്റീരിയലിലൂടെ θ2 എന്ന ആംഗിൾ ഷിയർ വേവ്സും ലോങ്ങിറ്റ്യൂഡിനൽ വേവ്സും ആയിട്ട് മെറ്റീരിയലിനകത്തോടെ പാസ് ചെയ്യുന്നു. Then in angle beam testing, the sound beam is introduced in the test piece at some angle other than 90 degree. അപ്പോൾ 90 ഡിഗ്രി അല്ലാതെ ഒരു ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരു രീതിയിലായിരിക്കും നമ്മളിവിടെ സൗണ്ട് വേവിനെ സപ്ലൈ ചെയ്യുക. ആംഗിൾ ബീം ടെസ്റ്റിംഗ് ഡിഫേഴ്സ് ഫ്രം സ്ട്രെയിറ്റ് ബീം ടെസ്റ്റിംഗ് ഓൺലി ഇൻ ദ മാനർ ഇൻ വിച്ച് the ultrasonic waves pass through the material. ഇപ്പോൾ സ്ട്രെയിറ്റ് ബീമും ആംഗിൾ ബീമും തമ്മിലുള്ള ഒരേ വ്യത്യാസം, ആംഗിൾ ബീമിൽ നമ്മളൊരു ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരു പർട്ടിക്കുലർ ആംഗിളിൽ ആണ് സൗണ്ട് വേവിനെ നമുക്ക് മെറ്റീരിയലിലേക്ക് കൊടുക്കുക. The beam is projected into the material at an acute angle to the surface by means of a transducer mounted on the plastic wedge. ഇപ്പോൾ ഈ കാണിക്കുന്ന പോലെ ഒരു പ്ലാസ്റ്റിക് ഷേപ്പിലുള്ള ഒരു വെഡ്ജിൽ ട്രാൻസ്ഡ്യൂസർ അതിന് മുകളിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ പർട്ടിക്കുലർ ആംഗിളിൽ നമ്മൾ സൗണ്ട് വേവ് ഈ ഒരു ടെസ്റ്റ് സ്പീസിലേക്ക് കൊടുക്കാൻ സാധിക്കുക. ഇനി അങ്ങനെ ട്രാവൽ ചെയ്യുന്നു. ദെൻ ആ ഇൻസിഡൻ്റ് വേവും ആ റിഫ്രാക്റ്റഡ് വേവും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ആംഗിൾ നമുക്ക് കാണണം. അതിന് നമ്മൾ സ്റ്റെൻസിലോ ഉപയോഗിക്കുന്നു. സ്റ്റെൻസിലോ യൂസ് ചെയ്ത് sin θ1 ഡിവൈഡ് ബൈ sin θ2 എന്ന് പറയുന്നത് V1/V2 ആണ്. V1 എന്ന് പറയുന്നത് സൗണ്ട് വെലോസിറ്റി ഇൻ ദ ഫസ്റ്റ് മെറ്റീരിയൽ, V2 എന്ന് പറയുന്നത് സൗണ്ട് വെലോസിറ്റി ഇൻ ദ സെക്കൻഡ് മെറ്റീരിയൽ. θ1 ഈസ് ദ ഇൻസിഡൻറ്റ് ആംഗിൾ ഇൻ ദ ഫസ്റ്റ് മെറ്റീരിയൽ, θ2 ഈസ് ദ റിഫ്രാക്റ്റഡ് ആംഗിൾ ഇൻ സെക്കൻഡ് മെറ്റീരിയൽ. ഓക്കെ, സ്നെൽസിലോ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എത്ര ആംഗിളിലാണ് റിഫ്രാക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കാം. അപ്പോൾ θ1 വേരി ചെയ്തുകൊണ്ട് നമുക്ക് θ2 വേരി ചെയ്യാൻ സാധിക്കും. If the angle is changed to less than 90 degree, longitudinal waves and shear waves are produced. നമ്മൾ കണ്ടു, റിഫ്രാക്റ്റ് ചെയ്തു പോകുന്ന ആ വേവ് ലോങ്ങിറ്റ്യൂഡിനലുമാണ്, ഷിയറുമാണ്. നെക്സ്റ്റ് വൺ, ടൈം ഓഫ് ഫ്ലൈറ്റ് ഡിഫ്രാക്ഷൻ ഇൻസ്പെക്ഷൻ മെത്തേഡ്, TOFD മെത്തേഡ്. ഓക്കെ, നെക്സ്റ്റ് മെത്തേഡാണ് TOFD. ഇത് ഡിഫ്രാക്ഷൻ്റെ ബേസിലാണ് വർക്ക് ചെയ്യുന്നത്. നമുക്ക് നോക്കാം, വാട്ട് ഈസ് ഡിഫ്രാക്ഷൻ. ഡിഫ്രാക്ഷൻ ഈസ് ദ ബെൻഡിങ് ഓഫ് സൗണ്ട് വേവ്സ് എറൗണ്ട് സ്മോൾ ഒബ്സ്റ്റക്കിൾസ്. അപ്പോൾ സൗണ്ട് വേവ് ബെൻഡ് ചെയ്യുന്നതിനെയാണ് ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നത്.
അപ്പോൾ ഈ ഒരു ബെൻഡ് ചെയ്യുന്ന ഈ ഒരു പ്രോപ്പർട്ടീനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഇൻസ്പെക്ഷൻ പോസിബിൾ ആകുക. നോക്കാം. ഇവിടെ നമുക്ക് രണ്ട് സ്പെസിമെൻ ഉണ്ട്. ഈ കാണുന്ന ഒരു പീസും ഈ കാണുന്ന ഒരു പീസും. ഇത് രണ്ടും നമ്മൾ വെൽഡ് ചെയ്തിരിക്കുന്നതാണ്. ഈ കാണുന്നത് ഇതാണ് വെൽഡ്. ഓക്കെ, നമ്മളിവിടെ ഒരു ട്രാൻസ്മിറ്റർ യൂസ് ചെയ്യുന്നുണ്ട്, ഒരു റിസീവർ യൂസ് ചെയ്യുന്നുണ്ട്. ട്രാൻസ്മിറ്റർ ഒരു പർട്ടിക്കുലർ ആംഗിളിലാണ് ഈ സ്പെസിമെനിലേക്ക് സൗണ്ട് വേവ് കൊടുക്കുക. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഈ കാണുന്ന ഒരു പോർഷനാണ് ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ആ വെൽഡിനകത്തുള്ള ഡിഫക്റ്റാണ് ഈ കാണുന്നത്. ഇൻ കേസ് ഡിഫക്റ്റ് ഒന്നും ഇല്ല എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ ഇവിടെ ട്രാൻസ്മിറ്റർ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരു വേവ് ഈ സർഫസിൽ കൂടെ പോയി അത് റിസീവറിൽ എത്തിച്ചേരുന്നു. ഒരു വേവ് ഈ മെറ്റീരിയലിനകത്തുകൂടെ പാസ് ചെയ്ത് അത് ബോട്ടം സർഫസിലെത്തി അവിടുന്ന് റിഫ്ലക്റ്റ് ചെയ്ത് റിസീവറിലെത്തുന്നു. അപ്പോൾ ഈ സർഫസിൽ കൂടെ പോയി റിസീവറിലേക്ക് എത്തുന്ന ആ വേവിനെ ലാറ്ററൽ വേവ് എന്നും, ദെൻ മെറ്റീരിയലിനകത്തൂടെ പാസ് ചെയ്ത് ബോട്ടം സർഫസിൽ വന്ന് തട്ടി തിരിച്ചു പോകുന്നതിനെ നമ്മൾ സ്ഥിരം വിളിക്കുന്ന പോലെ ബാക്ക് വാൾ എക്കോ എന്നും വിളിക്കുന്നു. അപ്പോൾ ഈ വെൽഡ് ഓക്കെയാണ്, അതിനകത്ത് ഡിസ്കണ്ടിന്യൂറ്റീസ് ഒന്നുമില്ല എങ്കിൽ രണ്ട് സിഗ്നലായിരിക്കും നമുക്ക് ഡിസ്പ്ലേ ആവുക. ലാറ്ററൽ വേവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു സിഗ്നലും ഈ ബാക്ക് വാൾ എക്കോയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ടും ആയിരിക്കും റിസീവർ നമുക്ക് തരിക. ഇൻ കേസ് ഈ വെൽഡിനകത്തൊരു ക്രായ്ക്ക് ഉണ്ട് എന്ന് കരുതുക. ഈ കാണുന്ന രീതിയിലൊരു ക്രായ്ക്ക് ഉണ്ട് എങ്കിൽ ആ ക്രായ്ക്കിൻ്റെ ടോപ്പ് പോർഷനാണ്, ടോപ്പ് പോയിൻ്റാണിത്, ബോട്ടം പോയിൻ്റാണ് ഇത്. അപ്പോൾ ട്രാൻസ്മിറ്റർ സൗണ്ട് വേവ്സ് ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ സൗണ്ട് വേവ്സ് ഈ ടോപ്പ് പോയിന്റിലും ബോട്ടം പോയിന്റിലുമായിട്ട് സൗണ്ട് വേവ്സ് ബെൻഡ് ചെയ്യുന്നു. സൗണ്ട് വേവ്സ് ബെൻഡ് ചെയ്ത് ഈ കാണുന്ന രീതിയിൽ സൗണ്ട് വേവ്സ് വരുന്നു, അത് ബെൻഡ് ചെയ്ത് റിസീവറിലേക്ക് എത്തുന്നു. കാണുന്ന രീതിയിൽ ബെൻഡ് ചെയ്ത് റിസീവറിലേക്ക് എത്തുന്നു. അപ്പോൾ റിസീവറിന് ഔട്ട്പുട്ടായിട്ട് നമുക്ക് ലാറ്ററൽ വേവിൻ്റെ സിഗ്നൽ കിട്ടും, അതുപോലെ ടോപ്പ് പോർഷനിൽ നിന്ന് ബെൻഡ് ചെയ്ത സിഗ്നൽ കിട്ടും, ബോട്ടം പോർഷനിൽ നിന്ന് ബെൻഡ് ചെയ്ത സിഗ്നൽ കിട്ടും, അതുപോലെ ബാക്ക് വാൾ എക്കോ കിട്ടും. അപ്പോൾ 4 സിഗ്നലുകൾ നമുക്കവിടെ ഔട്ട്പുട്ടായിട്ട് റിസീവറിൻ്റെ ഔട്ട്പുട്ടായിട്ട് കിട്ടും. അതിൽ 2 എന്ന് പറയുന്നത് ഈ ക്രായ്ക്കിൻ്റെ ടോപ്പിൽ നിന്നും ബോട്ടത്തിൽ നിന്നും ഡിഫ്രാക്റ്റ് ചെയ്ത വേവുകളാണ്. മീൻസ് ഈ ക്രാക്കിൻ്റെ അവിടുന്ന് ക്രാക്കിൻ്റെ ടോപ്പ് പോർഷനിൽ നിന്ന് ബെൻഡ് ചെയ്തും ബോട്ടം പോർഷനിൽ നിന്ന് ബെൻഡ് ചെയ്തതുമായിട്ടുള്ള 2 സിഗ്നലാണ് റിസീവറിന് ഔട്ട്പുട്ട് അഡീഷണലായിട്ട് കിട്ടുക. ഇത്തരത്തിൽ അപ്പോൾ ഈ ടോപ്പ് പോർഷനിലും ബോട്ടം പോർഷനിൽ നിന്നും ബെൻഡാവുന്ന വേവ്സ് എത്ര സമയം കൊണ്ട് റിസീവറിൽ എത്തിച്ചേരുന്നു എന്നതിൻ്റെ ബേസിൽ സ്റ്റഡി ചെയ്താണ് ഈ ക്രായ്ക്ക് ഐഡൻറ്റിഫൈ ചെയ്യുക, അതുപോലെ തന്നെ ക്രാക്കിൻ്റെ നേച്ചർ മനസ്സിലാക്കുന്നത്. ഇനി ടി ഓഫ് ഡി എന്ന് നോക്കാം. ഇൻ ടി ഓഫ് ഡി സിസ്റ്റം എ പെയർ ഓഫ് അൾട്രാസോണിക് പ്രോബ്സ് ആർ യൂസ്ഡ് സിറ്റിംഗ് ഓൺ ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് എ വെൽഡ് ജോയിൻറ്റ്. ഈ കാണുന്ന രീതിയിൽ ഇതൊരു വെൽഡ് ആണെങ്കിൽ വെൽഡിൻ്റെ 2 ഓപ്പോസിറ്റ് എൻഡുകളിലായിട്ട് നമ്മൾ ട്രാൻസ്മിറ്ററും റിസീവറും വെക്കുന്നു. എ ട്രാൻസ്മിറ്റർ പ്രോബ് emits an ultrasonic pulse which is picked up by the receiver probe on the opposite side. അപ്പോൾ ട്രാൻസ്മിറ്റർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് റിസീവ് ചെയ്യുന്നു റിസീവറാണ്. ഇൻ ആൻ അൺഡാമേജ്ഡ് പാർട്ട്. അപ്പോൾ ആദ്യത്തെ കണ്ടീഷനാണ് ഈ വെൽഡ് ഓക്കെ ആണ്, വെൽഡിനകത്ത് ക്യാവിറ്റീസോ ഡിസ്കണ്ടിന്യൂറ്റീസോ ഒന്നും ഇല്ല. ഇൻ എ അൺഡാമേജ്ഡ് പാർട്ട് ദ സിഗ്നൽസ് പിക്ഡ് അപ്പ് ബൈ ദ റിസീവർ പ്രോബ് ആർ ഫ്രം 2 വേവ്സ്. അൺഡാമേജ്ഡ് ആയിട്ടുള്ള കേസിൽ റിസീവറിൻ്റെ ഔട്ട്പുട്ട് വരുന്നത് 2 വേവുകളാണ്, അല്ലെങ്കിൽ റിസീവർ റിസീവ് ചെയ്യുന്ന 2 സൗണ്ട് വേവ്സ് ആണ്. ഏതൊക്കെയാണ്? 1 ദാറ്റ് ട്രാവൽസ് എലോങ് ദ സർഫസ്, അതാണ് 1 ദാറ്റ് ട്രാവൽസ് എലോങ് ദ സർഫസ് കോൾഡ് ലാറ്ററൽ വേവ്, ആൻഡ് 1 ദാറ്റ് റിഫ്ലക്ട്സ് ഓഫ് ദ ബാക്ക് വാൾ. അടുത്തെന്ന് പറയുമ്പം ഈ കാണുന്ന രീതിയിൽ സർഫസിലൂടെ പോയി സർഫസിൻ്റെ ബാക്കിൽ അല്ലെങ്കിൽ ബോട്ടം സൈഡിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന വേവ്. ഈ 2 വേവേ റിസീവറിലേക്ക് എത്തിച്ചേരും അൺഡാമേജ്ഡ് ആയിട്ടുള്ള കേസിൽ. അപ്പോൾ നമുക്ക് റിസീവറിൻ്റെ ഔട്ട്പുട്ട് 2 സിഗ്നലുകൾ മാത്രമേ ഉള്ളൂ. ഇനി ഇൻ കേസ് എ ഡിസ്കണ്ടിന്യൂറ്റി സച്ച് എ ക്രാക്ക് ഈസ് പ്രസൻറ്റ്,
there is a diffraction of the ultrasound waves from the top and bottom tips of the crack. In case ഈ രീതിയിൽ ഒരു ക്രാക്ക് ഉണ്ട് എങ്കിൽ ആ ക്രാക്കിൻ്റെ ടോപ്പിൽ നിന്നും ബോട്ടത്തിൽ നിന്നും സൗണ്ട് വേവ് ഡിഫ്രാക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ടോപ്പ് സൈഡിൽ നിന്ന് സൗണ്ട് വേവ് ബെൻഡ് ചെയ്യുന്നു, ബോട്ടം പോർഷനിൽ നിന്നും സൗണ്ട് വേവ് ബെൻഡ് ചെയ്യുന്നു. ഓക്കെ, ഇതിട്ട് ബെൻഡ് ചെയ്തിട്ട് അത് റിസീവറിൽ എത്തിച്ചേരുന്നു. അതിൻ്റെ ബേസിൽ റിസീവറിൽ അഡീഷണലി ഒരു 2 ഔട്ട്പുട്ടും കൂടെ കിട്ടുന്നു. നമുക്ക് പ്രിൻസിപ്പിൾ നോക്കാം. ഈ കാണുന്ന രീതിയിൽ 2 ട്രാൻസ്മിറ്ററുണ്ട്, ഒരു ട്രാൻസ്മിറ്ററും ഒരു റിസീവറും ഉണ്ട്. ഇതാണ് വെൽഡ്, ഈ കാണുന്നതാണ് ക്രായ്ക്ക്. ദെൻ അതിൽ സർഫസിൽ കൂടെ പോകുന്നതാണ് ലാറ്ററൽ വേവ്. ദെൻ ബോട്ടം സൈഡിൽ വന്ന് റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നതാണ് ബാക്ക് വാള്. അപ്പോൾ ലാറ്ററൽ വേവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിഗ്നൽ കിട്ടി, ബാക്ക് വാളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിഗ്നൽ കിട്ടി. ഇനി ആ ക്രാക്കിൻ്റെ ടോപ്പിലും ബോട്ടത്തിൽ നിന്നും സൗണ്ട് വേവ് ഡിഫ്രാക്റ്റ് ചെയ്യുന്നുണ്ട്. ടോപ്പ് പോർഷനിൽ നിന്ന് റിഫ്രാക്റ്റ് ചെയ്യുന്ന വേവിൻ്റെ ഔട്ട്പുട്ടാണ് റിസീവർ നമുക്ക് തരുന്ന ഈ വാല്യൂ. ബോട്ടം പോർഷൻ്റെ ഔട്ട്പുട്ടാണ് ഈ ഒരു സിഗ്നൽ. ഓക്കെ, ദെൻ നമുക്ക് പ്രിൻസിപ്പിൾ നോക്കാം. പ്രൊപ്പഗേറ്റഡ് സൗണ്ട് വേവ്സ് അറ്റ് ദ ടിപ്പ് ഓഫ് ദ ഡിഫെക്ട്സ് വിൽ ഡിഫ്രാക്ട്. നേരത്തെ കണ്ട പോലെ ആ ക്രാക്കിൻ്റെ ടിപ്പുകളിൽ ബോട്ടത്തിലും ടോപ്പിലും ഡിഫ്രാക്റ്റ് ചെയ്യുന്നു, സൗണ്ട് വേവ് ബെൻഡ് ചെയ്യുന്നു. ദിസ് ഡിഫ്രാക്റ്റഡ് ബീം ക്യാൻ ദെൻ ബി ഡിറ്റക്റ്റഡ് ആൻഡ് ദ അറൈവൽ ടൈം ഈസ് ആക്യുറേറ്റ്ലി മെഷേർഡ്. അപ്പോൾ ഡിഫ്രാക്റ്റ് ചെയ്ത് അത് റിസീവറിൽ എത്ര സമയം കൊണ്ട് എത്തിച്ചേരുന്നു എന്നതിൻ്റെ ബേസിൽ ആ ക്രായ്ക്ക് സ്റ്റഡി ചെയ്യുന്നു. ദെൻ അതുപോലെ തന്നെ ഈ ക്രായ്ക്ക് ഈ ഒരു രീതിയിൽ വരാം. ക്രായ്ക്ക് ഈ ഒരു രീതിയിൽ വന്നു കഴിഞ്ഞാലും അവിടെ ലാറ്ററൽ വേവ്, ബാക്ക് വാള്, ദെൻ ക്രാക്കിൻ്റെ ടോപ്പിൽ നിന്നും ബോട്ടത്തിൽ നിന്നും സിഗ്നൽ കിട്ടുന്നു. അപ്പോൾ ആ സിഗ്നൽ ഏത് പൊസിഷനിൽ കിട്ടുന്നു, അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ത് എന്നതിൻ്റെ ബേസിൽ നമുക്ക് ക്രാക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നു. ഈ കാണുന്ന രീതിയിൽ നമുക്ക് ലാറ്ററൽ വേവിൻ്റെ സിഗ്നൽ ഉണ്ടാകും, ബാക്ക് വാളിൻ്റെ സിഗ്നൽ ഉണ്ടാകും, അപ്പർ ടിപ്പിൻ്റെയും ലോവർ ടിപ്പിൻ്റെയും ഉണ്ടാകും. ഈ കാണുന്നതും പല ടൈപ്പ് ഓഫ് ക്രാക്കാണ്. ആ ക്രാക്ക് ടി ഓഫ് ഡി ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇവിടെ ഒരു ക്രാക്കുണ്ട്. ദെൻ റൂട്ട്, അതായത് വെൽഡ് പ്രോപ്പർ അല്ലാത്ത കാരണം റൂട്ട് അവിടെ പെനട്രേഷൻ ഉണ്ടായിട്ടില്ല, അങ്ങനെയുള്ള കേസിൽ കാണിക്കുന്നു. ദെൻ ലാക്ക് ഓഫ് ഫ്യൂഷൻ, ആ ലാക്ക് ഓഫ് ഫ്യൂഷൻ സംഭവിച്ചാൽ അത് കാണിക്കുന്നു. ദെൻ പൊറോസിറ്റി ഉണ്ടെങ്കിൽ അതും ടി ഓഫ് ഡി ഉപയോഗിച്ചുകൊണ്ട് കണ്ടെത്തുന്നു. ദെൻ 2 ഫിഗർ കണ്ടു. ആദ്യത്തെ ഒരു സ്കീമാറ്റിക്, ദെൻ നമ്മൾ ആ സിഗ്നൽസ് ഉള്ള ഫിഗർ. അതിൽ ഫിഗർ എ എന്ന് പറയുന്നത് ടി ഓഫ് ഡി അറേഞ്ച്മെൻ്റ് ആണ്. ട്രാൻസ്മിറ്റർ ഉണ്ട്, റിസീവർ ഉണ്ട്, വെൽഡ് പോർഷൻ ഉണ്ട്, വെൽഡ് പോർഷനിൽ ക്രാക്ക് ഉണ്ട്. ഫിഗർ ബി എന്ന് പറയുന്നതാണ് സ്കാൻ. സ്കാൻ മീൻസ് ഓരോ വേവിൻ്റെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ കാണുന്നതാണ് സ്കാൻ. അത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ എ സ്കാൻ, അതായത് അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എത്ര ടൈമിലാണ് അത് കാണുന്നത്. വൈ ആക്സിസ് എന്ന് പറയുന്ന ആംപ്ലിറ്റ്യൂഡും എക്സ് ആക്സിസ് ടൈമും. ഓക്കെ, ദെൻ ഇവിടെ നമ്മൾ 2 ട്രാൻസ്ഡ്യൂസേഴ്സ് യൂസ് ചെയ്തു, ട്രാൻസ്മിറ്ററും റിസീവറും. അത് രണ്ടും ഒരു വെൽഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വെച്ചു. വൺ ഓഫ് ദ പ്രോബ് ട്രാൻസ്മിറ്റർ എമിറ്റ് ചെയ്യുന്നു, റിസീവർ റിസീവ് ചെയ്യുന്നു. ഇനി അൺഡാമേജിലാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവിടെ 2 സിഗ്നലേ ഉണ്ടാവുള്ളൂ. ഒന്ന് ലാറ്ററൽ വേവിൻ്റെയും രണ്ടാമത്തത് ബോട്ടം സൈഡിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്ന ബാക്ക് വാളിൻ്റെയും. ക്രാക്ക് ഉണ്ട് എങ്കിൽ 4 സിഗ്നൽ വരും. അഡീഷണലായിട്ട് 2 വരുന്നത് ക്രാക്കിൻ്റെ ടോപ്പിൽ നിന്നും ബോട്ടത്തിൽ നിന്നും ഡിഫ്രാക്റ്റ് ചെയ്യുന്ന വേവ് മൂലമാണ്. ഓക്കെ, നെക്സ്റ്റ് ആണ് ഫേസ്ഡ് അറേ അൾട്രാസോണിക് ഇൻസ്പെക്ഷൻ മെത്തേഡ്. ഇത് നമ്മൾ നേരത്തെ ഒന്ന് പറഞ്ഞായിരുന്നു. ഫേസ്ഡ് അറേ ട്രാൻസ്ഡ്യൂസർ എന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ ഒരുപാട് ട്രാൻസ്ഡ്യൂസേഴ്സ് ഒരു അറേ ഫോർമാറ്റിൽ വെച്ചുകൊണ്ട് ഓരോന്നിനെയും നമുക്ക് ആവശ്യമുള്ള സമയത്ത് ആക്ടിവേറ്റ് ആക്കുന്നു, അതല്ലെങ്കിൽ എല്ലാത്തിനെയും ഒരു സമയം ആക്ടിവേറ്റ് ആക്കുന്നു. അങ്ങനെ ഒരു അറേഞ്ച്മെൻ്റാണ് ഫേസ്ഡ് അറേ ഇൻസ്പെക്ഷൻ മെത്തേഡ്. ഇൻ കൺവെൻഷണൽ അൾട്രാസോണിക് ടെസ്റ്റിംഗ്, ഫ്ലോ ഡിറ്റക്ഷൻ ഈസ് പെർഫോംഡ് വിത്ത് 1 ട്രാൻസ്ഡ്യൂസർ. നമുക്കറിയാം
ആംഗിൾ ബീം ഇൻസ്പെക്ഷനിലായാലും സ്ട്രെയിറ്റ് ബീം ഇൻസ്പെക്ഷനിലായാലും ഒരു ട്രാൻസ്ഡ്യൂസർ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇൻസ്പെക്ഷൻ മെത്തേഡ് പോസിബിൾ ആക്കുക. ഓക്കെ, ബട്ട് ഇവിടെ ഫേസ്ഡ് അറേ മെത്തേഡിൽ ഒന്നിൽ കൂടുതൽ മോർ ദാൻ വൺ ട്രാൻസ്ഡ്യൂസേഴ്സ് യൂസ് ചെയ്തുകൊണ്ടാണ് ഇൻസ്പെക്ഷൻ പോസിബിൾ ആക്കുക. Okay, in conventional ultrasonic testing, flow detection is performed with one transducer that both generates and receives sound waves or two paired transducers. അപ്പോൾ നമ്മൾ സാധാരണ ഇതുവരെ പഠിച്ച കേസിൽ ഒന്നുകിൽ ഒരു ട്രാൻസ്ഡ്യൂസർ യൂസ് ചെയ്യും, റിസീവറും ട്രാൻസ്മിറ്ററും ആയിട്ട്, അല്ലെങ്കിൽ രണ്ട് ട്രാൻസ്ഡ്യൂസർ യൂസ് ചെയ്യും, അതിലൊന്ന് റിസീവറും ഒന്ന് ട്രാൻസ്മിറ്ററുമാണ്. ബട്ട് ഇവിടെയുള്ള സിസ്റ്റത്തിൽ നമ്മൾ ഒരു അറേ ഓഫ് ട്രാൻസ്ഡ്യൂസേഴ്സ് ആയിരിക്കും യൂസ് ചെയ്യുക. ഓക്കെ, ഇവിടെ നമ്മൾ ഒരു അറേ ഓഫ് ട്രാൻസ്ഡ്യൂസേഴ്സ് യൂസ് ചെയ്തുകൊണ്ടാണ് ഒരു സ്കാൻ ചെയ്യുക. ഒരു പർട്ടിക്കുലർ ഒരു പ്ലേറ്റ് ആണ്, വലിയ പ്ലേറ്റ് ആണെങ്കിൽ ഒരു ട്രാൻസ്ഡ്യൂസർ ഉപയോഗിച്ചുകൊണ്ട് ആ പ്ലേറ്റിൻ്റെ സർഫസ് മുഴുവൻ ടെസ്റ്റ് ചെയ്യുക പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അപ്പോൾ ഒരു അറേ ഓഫ് ട്രാൻസ്ഡ്യൂസേഴ്സ് ഉണ്ടെങ്കിൽ സ്കാനിങ് എളുപ്പമാകും. ഫേസ്ഡ് അറേ അൾട്രാസോണിക് സിസ്റ്റംസ് utilize multi-element probes which are individually excited under computer control. അപ്പോൾ ഇവിടെ ഒരു അറേ ഓഫ് ട്രാൻസ്ഡ്യൂസേഴ്സ് ഉണ്ട്. ഓരോ ട്രാൻസ്ഡ്യൂസറിനെയും ഒരു കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് കൺട്രോൾ ചെയ്യുന്നു. മീൻസ് ഒരു ട്രാൻസ്ഡ്യൂസർ ഇപ്പോൾ ആക്ടിവേറ്റ് ആക്കണമെങ്കിൽ ആ സമയം ആ ട്രാൻസ്ഡ്യൂസറിലേക്ക് ഇലക്ട്രിക് പൾസ് കൊടുക്കുന്നു. ഓക്കെ, ഇനിയിപ്പോൾ എല്ലാം ആക്ടിവേറ്റ് ആക്കണമെങ്കിൽ എല്ലാത്തിലും ഇലക്ട്രിക് പൾസ് കൊടുക്കുന്നു. അത്തരത്തിൽ ഓരോ ട്രാൻസ്ഡ്യൂസറിനെയും കമ്പ്യൂട്ടർ കൺട്രോൾഡ് ആക്ടിവേറ്റ് ചെയ്യുന്നു. ബൈ എക്സൈറ്റിംഗ് ഈച്ച് ട്രാൻസ്ഡ്യൂസർ ഇൻ എ കൺട്രോൾഡ് മാനർ എ ഫോക്കസ്ഡ് ബീം ഓഫ് അൾട്രാസൗണ്ട് ക്യാൻ ബി ജനറേറ്റഡ്. അപ്പോൾ നമുക്ക് ഒന്നുകിൽ ഒന്നിനെ ആക്ടിവേറ്റ് ചെയ്യാം, അതല്ലെങ്കിൽ 1 by 1 ഓരോന്നോരോന്നായി ആക്ടിവേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എല്ലാം കൂടി ആക്ടിവേറ്റ് ചെയ്യാം. അത്തരത്തിൽ പ്രോഗ്രാം ചെയ്ത് വെക്കും ഏത് ട്രാൻസ്ഡ്യൂസർ ഏത് സമയത്ത് ആക്ടിവേറ്റ് ആകണം എന്നുള്ളത്. അതാണ് എഴുതിയിരിക്കുന്നത്, സോഫ്റ്റ്വെയർ എനേബിൾസ് ദ ബീം ടു ബി സ്റ്റിയർഡ്. അപ്പോൾ ഈ ഒരു അറേ ഓഫ് ട്രാൻസ്ഡ്യൂസേഴ്സിനെ കൺട്രോൾ ചെയ്യുന്നത് ഒരു സോഫ്റ്റ്വെയർ ആണ്. ആ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് കൺട്രോൾ ചെയ്ത് സ്കാൻ ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ടുള്ള ഗുണം എന്നാ, 2 and 3 dimensional വ്യൂസ് ക്യാൻ ബി ജനറേറ്റഡ്. അപ്പോൾ നമുക്കൊരു ക്രാക്ക് ഉണ്ടെങ്കിൽ ആ ക്രാക്കിൻ്റെ 2 dimensional ഇമേജും 3 dimensional ഒരു ഇമേജും കിട്ടാൻ ഇത്തരത്തിൽ അറേ ഓഫ് ട്രാൻസ്ഡ്യൂസേഴ്സ് കൊണ്ട് ഉപകരിക്കും. ഇൻ ഫേസ്ഡ് അറേ അൾട്രാസോണിക് മെത്തേഡ് the unit consists of 6 to as many as 256 small elements. അതായത് 16 മുതൽ 256 വരെ ഉള്ള ട്രാൻസ്ഡ്യൂസർ എലമെൻറ്റ്സ് ഇവിടെ യൂസ് ചെയ്യും. അപ്പോൾ അതെങ്ങനെയായിരിക്കും അറേഞ്ച് ചെയ്യുന്നത്? ഒന്നുകിൽ ലീനിയർ രീതിയിലായിരിക്കും, അല്ലെങ്കിൽ ഒരു റിംഗ് എന്ന രീതിയിൽ ആനുലാർ അറേഞ്ച്മെൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ സർക്കുലർ അറേഞ്ച്മെൻറ്റിലായിരിക്കും ഈ ട്രാൻസ്ഡ്യൂസറുകളെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുക. ഈ കാണുന്നത് ഒരു എക്സാമ്പിളാണ്. ഒരുപാട് ട്രാൻസ്ഡ്യൂസേഴ്സ് ഉണ്ട്, അതിൽ ഓരോന്നും ഓരോ സമയവും ആക്ടിവേറ്റ് ആക്കിക്കൊണ്ട് നമ്മളൊരു വെൽഡ് കംപ്ലീറ്റ് ആയിട്ട് ഇൻസ്പെക്ട് ചെയ്യുന്നതാണ് കാണുന്നത്. ഇൻ കേസ് ഒരു ട്രാൻസ്ഡ്യൂസർ മാത്രമാണ് ഉള്ളതെങ്കിൽ അത് ഒരു പർട്ടിക്കുലർ ആംഗിളിൽ വന്ന് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ മാത്രമേ അവിടെ മാത്രമേ നമുക്ക് സ്കാൻ ചെയ്യാൻ സാധിക്കൂ. ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് ആ വെൽഡ് മുഴുവൻ സ്കാൻ ചെയ്യാൻ സാധിക്കുന്നു. അപ്പോൾ അത്തരത്തിൽ ഒരു അറേ ഓഫ് ട്രാൻസ്ഡ്യൂസർ ഉള്ളതുകൊണ്ട് സ്കാനിങ് എന്ന് പറയുന്നത് എളുപ്പമാണ്. നമുക്കൊരു എൻ്റയർ സിസ്റ്റം തന്നെ സ്കാൻ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇതാണ് ഇലക്ട്രോണിക് സ്കാനിങ്. ദെൻ നമുക്ക് ഒരു സെക്ഷൻ സ്കാൻ ചെയ്യാം. നമ്മൾ ഉദാഹരണം പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ലേഡീസിൻ്റെ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുന്നു. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഫേസ്ഡ് അറേയാണ്. ഒരുപാട് ട്രാൻസ്ഡ്യൂസേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് നമുക്കൊരു 2D 3D ഇമേജ് കിട്ടുന്ന രീതിയിലേക്ക് സ്കാൻ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഈ രീതിയിൽ ഇതൊരു കൺവെൻഷണൽ പ്രോബ് സിസ്റ്റമാണ്. കൺവെൻഷണൽ ആണെങ്കിൽ നമ്മൾ ഈ രീതിയിൽ ആ ഒരു വെൽഡ് മുഴുവൻ നമുക്ക് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്യാൻ വേണ്ടി ഇത്തരത്തിൽ ആ കാണുന്ന പ്രോബിനെ നമ്മൾ മൂവ് ചെയ്താലേ ആ ഫുള്ള് വെൽഡ് ചെക്ക് ചെയ്യാൻ സാധിക്കും. പക്ഷേ നമ്മൾ ഫേസ്ഡ് അറേ ആണെങ്കിൽ
ഒരൊറ്റ ലൊക്കേഷനിൽ നിന്നുകൊണ്ട് ആ ഫുൾ വെൽഡ് നമുക്ക് ചെക്ക് ചെയ്യാം. പിന്നെ എഗെയിൻ നമ്മൾ ആ ഒരു സിസ്റ്റത്തിന് ഈ ഒരു പൊസിഷനിൽ എത്തിക്കാൻ ഞാൻ ആ വെൽഡിലെ ആ ഒരു പോർഷൻ മുഴുവൻ ചെക്ക് ചെയ്യാം. എഗെയിൻ ഈ ഒരു ഫേസ്ഡ് അറേനെ നമ്മൾ ഈ ഒരു ലൊക്കേഷനിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള വെൽഡ് മുഴുവൻ ചെക്ക് ചെയ്യാം. അതാണ് അതിൻ്റെ ഒരു ഗുണം. കണ്ടോ, ഈ ഒരു രീതിയിൽ നമുക്ക് അടുത്ത ലൊക്കേഷൻ ചെക്ക് ചെയ്യാം. അപ്പോൾ അതാണ് അത്തരത്തിൽ നമുക്കൊരു പർട്ടിക്കുലർ ലൊക്കേഷനിലെ ആ വെള്ളിലെ മുഴുവൻ സെക്ഷൻസും ചെക്ക് ചെയ്യാം. അവിടെ നമ്മൾ ഒരു ട്രാൻസ്ഡ്യൂസർ ഉണ്ടെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് മൂവ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. അതാണ് ഫേസ്ഡ് അറേ അൾട്രാസോണിക് ടെസ്റ്റിംഗ് മെത്തേഡ്. നെക്സ്റ്റ് വണ്ണാണ് ഇമ്മേർഷൻ മെത്തേഡ്. അത് നമ്മളും പറഞ്ഞായിരുന്നു നേരത്തെ. ഇമ്മേർഷൻ മെത്തേഡിൽ നമ്മൾ ട്രാൻസ്ഡ്യൂസറിനെ വാട്ടറിൽ ഇമ്മേഴ്സ് ചെയ്തിരിക്കുന്നു. സ്പെസിമെനും അതുപോലെ വാട്ടറിൽ ഇമ്മേഴ്സ്ഡ് ആണ്. ഈ കാണുന്ന രീതിയിൽ ഒരു ടാങ്ക് ഉണ്ട്, ടാങ്കിൽ വാട്ടർ ഫില്ല് ചെയ്തിരിക്കുന്നു. ദെൻ നമുക്ക് പ്രോബ് അസംബ്ലി ഉണ്ട്, അതായത് നമ്മുടെ ട്രാൻസ്ഡ്യൂസർ ഉണ്ട്, അത് ഇമ്മേഴ്സ്ഡ് ആയിരിക്കുന്നു. സ്പെസിമെൻ ഉണ്ട്, സ്പെസിമെന് അതിൽ ഇമ്മേഴ്സ്ഡ് ആയിരിക്കുന്നു. ഇമ്മേർഷൻ അൾട്രാസോണിക് ടെസ്റ്റിംഗ് ഈസ് ആൻ അഡ്വാൻസ്ഡ് ഫോം ഓഫ് അൾട്രാസോണിക് ടെസ്റ്റിംഗ് and is more effective method of inspecting than manual ultrasonic testing. In conventional ultrasonic testing നമുക്കറിയാം സാധാരണ നമ്മൾ ഒരു കപ്ലൻ്റ് ആഡ് ചെയ്യും, സ്പെസിമെനും അതുപോലെ തന്നെ ട്രാൻസ്ഡ്യൂസറിനും ഇടയ്ക്ക്. പക്ഷെ ഇവിടെ നമുക്ക് ഇമ്മേർഷൻ ആകുമ്പോൾ കപ്ലൻ്റ് ഓൾറെഡി ആഡ് ചെയ്യേണ്ട കാര്യമില്ല, കാരണം വാട്ടർ ഇതിനിടയ്ക്ക് ഓൾറെഡി ഉണ്ട്. ഇൻ കൺവെൻഷണൽ അൾട്രാസോണിക് ടെസ്റ്റിംഗ് a couplant such as oil, gel or water is used on the test piece so that the transmission of the ultrasonic waves is more efficient and the transducer is moved manually. Okay? ഇപ്പോൾ സാധാരണ കൺവെൻഷണൽ മെത്തേഡ് ആണെങ്കിൽ നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ട സ്പെസിമെൻ്റെ സർഫസിലേക്ക് നമ്മൾ ഓയിലോ വാട്ടറോ ആഡ് ചെയ്യുന്നു. അതിനുശേഷം പ്രോബ് അല്ലെങ്കിൽ ട്രാൻസ്ഡ്യൂസർ വെക്കുന്നു. ദെൻ ആ ട്രാൻസ്ഡ്യൂസർ ആ സർഫസിലേക്ക് മുഴുവൻ നമ്മൾ പാസ് ചെയ്തുകൊണ്ട് സർഫസ് മുഴുവൻ ടെസ്റ്റ് ചെയ്യുന്നു. പക്ഷേ ഇവിടെ നമുക്കതിൻ്റെ ആവശ്യമില്ല. ഇവിടെ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ട്രാൻസ്ഡ്യൂസർ ഉണ്ട്, ആ ട്രാൻസ്ഡ്യൂസറിനെ നമ്മൾ മോട്ടർ ഉപയോഗിച്ചുകൊണ്ട് കൺട്രോൾ ചെയ്യുന്നു. ദെൻ ഓൾറെഡി ഇത് വാട്ടറിൽ ഇമ്മേഴ്സ്ഡ് ആയിരിക്കുന്നതുകൊണ്ട് തന്നെ അഡീഷണൽ കപ്ലൻ്റ് ആഡ് ചെയ്യേണ്ടി വരുന്നില്ല. ദെൻ ഈ മോട്ടർ ഉപയോഗിച്ചുകൊണ്ട് ദെൻ ഈ ട്രാൻസ്ഡ്യൂസറിനെ നമ്മൾ മൂവ് ചെയ്ത് ആ എൻ്റയർ സർഫസ് സ്കാൻ ചെയ്യുന്നു. മാനുവലി മൂവ് ചെയ്യേണ്ട കാര്യമില്ല, മോട്ടറൈസ്ഡ് ആയിട്ട് ആ ട്രാൻസ്ഡ്യൂസറിനെ മൂവ് ചെയ്യിക്കുന്നു. In immersion ultrasonic testing, the part to be tested and the transducer is submerged in water, and this allows for better sound travel from the transducer while maintaining consistent distance from the component. അപ്പോൾ ഇവിടെ കപ്ലൻ്റ് ഒന്നും ആഡ് ചെയ്യേണ്ട, രണ്ടും വാട്ടറിനകത്തായതുകൊണ്ട് തന്നെ ഒരു യൂണിഫോം ആയിട്ടുള്ള ഒരു പ്രൊപ്പഗേഷൻ അവിടെ ഉണ്ടാകും. ഇമ്മേർഷൻ ടെസ്റ്റിങ്ങും സാധാരണ പോലെ തന്നെ നമുക്കിവിടെ ഒരു ഇനീഷ്യൽ പൾസും ബാക്ക് വാൾ എക്കോയും അതുപോലെ ക്രായ്ക്ക് ഉണ്ടെങ്കിൽ ക്രായ്ക്ക് ഡിറ്റക്ട് ചെയ്യുന്നതുകൊണ്ട് വ്യത്യാസം എന്ന് പറയുന്നത് ട്രാൻസ്ഡ്യൂസറും സ്പെസിമെനും ഇമ്മേഴ്സ് ചെയ്തിരിക്കുന്നത് മാത്രം. ഈ കാണുന്നതാണ് ഇമ്മേർഷൻ ടെസ്റ്റിംഗ്. ട്രാൻസ്ഡ്യൂസർ ഇമ്മേഴ്സ് ചെയ്തിരിക്കുന്നു, ഇതാണ് നമ്മുടെ സ്പെസിമെൻ ടെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പം നമുക്കവിടെ ഇനീഷ്യൽ ഒരു ഇമ്പൾസ് കിട്ടുന്നു, ഒന്നുകൂടെ നമുക്ക് കാണാം. ഇനീഷ്യൽ ഒരു ഇമ്പൾസ് കിട്ടുന്നു, അതുപോലെ തന്നെ ബാക്ക് വാൾ എക്കോയും നമുക്ക് കിട്ടുന്നു. ഇനീഷ്യൽ ഇമ്പൾസും ബാക്ക് വാൾ എക്കോയും കിട്ടുന്നു. ഫ്രണ്ട് സർഫസ് റിഫ്ലക്ഷൻ, ദെൻ ബാക്ക് വാൾ എക്കോ, ദെൻ അഗെയിൻ ഫ്രണ്ട് സർഫസ് റിഫ്ലക്ഷൻ. ഇതിനിടയ്ക്ക് ക്രായ്ക്ക് ഉണ്ടെങ്കിൽ ആ ക്രായ്ക്കിൻ്റെ ലൊക്കേഷനും നമുക്ക് കിട്ടും. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡേറ്റ പ്രസൻറ്റേഷൻ, അതായത് നമ്മൾ ഇത്രയും നാളും ഈ അൾട്രാസൗണ്ട് വിടുന്നു, ആ അൾട്രാസൗണ്ട് ക്രാക്കിനെ ഡിറ്റക്റ്റ് ചെയ്യുന്നു, അത് നമുക്ക് ഡിസ്പ്ലേയിൽ കാണിക്കും എന്ന് പറഞ്ഞു. ഇനി അതെങ്ങനെ അത് ഡിസ്പ്ലേയിൽ നമുക്ക് കാണാം, ക്രാക്കിൻ്റെ പൾസ് എങ്ങനെ കാണാം, അതുപോലെ തന്നെ ഇനീഷ്യൽ പൾസ്, ബാക്ക് വാൾ പൾസ്, ഇതൊക്കെ നമ്മൾ എങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നു എന്നുള്ളത് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.